ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു ബീഫ് കറി റെഡിയാക്കിയാലോ. ആദ്യം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കണം, പിന്നെ പട്ട ഗ്രാമ്പു ഇട്ട് കൊടുക്കണം, പിന്നെ കുറച്ച് കടുകും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഉപ്പിട്ട് നന്നായിട്ട് സവാള വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ കൊച്ചുള്ളി, പിന്നെ ചതച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് നേരം അടച്ച് വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ അത് കുറച്ച് നേരം അടച്ച് വെക്കണം. അപ്പോൾ ഈ വെള്ളമൊക്കെ ഇങ്ങനെ വരും. പിന്നെ അതിന് ശേഷം നമ്മൾ കുക്കർ അടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു 4 വിസിൽ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ബീഫ് കറി റെഡിയാവും. അങ്ങനെ 4 വിസിലൊക്കെ കേട്ട് നമ്മളെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.